സർവ്വജനത്തിനും മഹാസന്തോഷമായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ലോകത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന നേട്ടവും കോട്ടവും പോരായ്മകളും കർത്താവായ യേശുവിലൂടെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായി ആദിമ മനുഷ്യന്മാരുടെ ജീവിതം തന്നെ നമ്മൾ നോക്കുക. ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഭൂമിയിലെ ജീവിതവും സ്വർഗ്ഗജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് ഭൂമി സ്വർഗം പോലെയല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് വളരെ പോരായ്മ ഉണ്ടാകുമെന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയാം. എന്നാൽ ദൈവം ചില കൽപ്പനകൾ അനുസരിക്കുവാൻ വേണ്ടി മനുഷ്യനെ താക്കീത് കൊടുത്തുവെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ആ പാപത്തിൻ്റെ ഫലമായിട്ട് ആ തോട്ടത്തിൽ നിന്നും മനുഷ്യനെ വെളിയിലാക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ പലവിധമായ ദൈവികമായുള്ള പ്രേരണകൾ ഉണ്ടായെങ്കിലും പ്രവാചകന്മാരുണ്ടായിരുന്നെങ്കിലും അതുപോലെ ദൈവ ബുദ്ധിയുള്ള മനുഷ്യരുടെ ജ്ഞാനം പകർന്നുവെങ്കിലും അതുകൊണ്ടൊന്നും നല്ലവണ്ണം ജീവിച്ചില്ല. ആയതിൻ്റെ ഫലമായി കർത്താവായ യേശുവിനെ നമുക്ക് ലോകത്തിലേക്ക് അയക്കുന്നു. ആ യേശുവിൻ്റെ ജീവിതം എങ്ങനെ ആണെന്നാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത്. ആ ജനനം മുതലുള്ള ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയുന്നു. യേശുവിൻ്റെ ജനനം ഒരു അത്ഭുത ജനനമാകുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവേൽ, എന്നാൽ ലോകരക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മകൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കർത്താവായ യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ഉണ്ടായ അവസ്ഥകളെക്കുറിച്ചും ക്രിസ്മസ് എന്ന ആ മഹാസന്ദേശം നമുക്ക് നൽകുന്ന താക്കീതുകളും ആലോചിച്ച് നോക്കുക. ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ട് ദൈവത്തിൻ്റെ മകനെ ലോകത്തിലേക്ക് ഒരു അമ്മയിലൂടെ ജനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. എന്തിനു വേണ്ടിയാണ് അമ്മയിലൂടെ ജനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യർ ലോകത്തിലുള്ള ഒരു അമ്മയിലൂടെ ജനിക്കുന്ന ഒരു ലോക ദൈവപുത്രനെ കാണുവാൻ വേണ്ടിയാണ് ആ കാര്യം നടത്തുന്നത്. എന്നാൽ ഈ മനുഷ്യലോകത്തിൽ വന്ന കർത്താവായ യേശു അനുഭവിച്ച കഷ്ടതകളെ നമുക്ക് അറിയാം. എന്നാൽ യേശുവിൻ്റെ ജനനം അത്ഭുത ജനനമായിരുന്നു. ഒരു ബത്ലഹേം ഗോശാലയിൽ ജനിച്ച യേശു, ആ യേശുവിനെ കാണുവാൻ വേണ്ടി വിദ്വാൻമാർ വന്ന കാഴ്ച നോക്കുക. ഒരു നക്ഷത്രം കണ്ടു, അതിനെ നോക്കി യാത്ര ചെയ്തെങ്കിലും കൊട്ടാരം കണ്ടപ്പോൾ കൊട്ടാരത്തേക്ക് തിരിഞ്ഞു. ദൈവം പറഞ്ഞ കൽപ്പന കേട്ടില്ല. നക്ഷത്രം അവിടെ തന്നെ നിന്നു. എന്നാൽ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ ശിശു അവിടെ ജനിച്ചില്ലെന്ന് മനസ്സിലാക്കി. എന്നാൽ ഹെരോദ രാജാവാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. ഹെരോദ രാജാവിന് വളരെ വെപ്രാളവും വേദനയും ഉണ്ടായി, അസൂയയുണ്ടായി. ഇനി ഒരു ശിശു, ദൈവശിശു ഭൂമിയിൽ വരികയാണെങ്കിൽ എൻ്റെ രാജ്യത്തെ അപ്പാടെ തകടം മറിക്കുമെന്നുള്ള പേടിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ശാസ്ത്രിമാരെയൊക്കെ വിളിച്ച് ഉപദേശങ്ങളൊക്കെ കേട്ടു. ആ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനുള്ള ആജ്ഞയും കൽപ്പിച്ചു. എന്നാൽ ഈ വിദ്വാൻമാർ തിരികെ പോകാൻ സമയത്ത് ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് അതായത് വിദ്വാൻമാർ ആ കൊട്ടാരത്തേക്ക് പോയില്ല. അവർ മടങ്ങി വേറെ ഒരു വഴിക്ക് യാത്ര ചെയ്തു. എന്നാൽ 2 വയസ്സിന് തീരെ പ്രായമുള്ള കുട്ടികളെ കൊന്നതിൻ്റെ ഫലമായി അതായത് രാജാവ് സന്തോഷിച്ചിരുന്നു. എന്നാൽ ദൂതൻ്റെ കൽപ്പന അനുസരിച്ച് നസ്രയത്തിലാണ് ആ രാത്രി തന്നെ അമ്മയും അപ്പനുമായി കുഞ്ഞിനെ നസ്രയത്തിൽ കൊണ്ടുപോയി. ഈ ഹെരോദ രാജാവിൻ്റെ മരണത്തിന് ശേഷം അർക്കലേസ് എന്ന തൻ്റെ മകൻ ഭരണത്തിൽ വന്നപ്പോൾ വീണ്ടും ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് വീണ്ടും ബത്ലഹേമിലേക്ക് യേശു ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ യേശു ലോകരക്ഷകനാണ്. ഈ ലോകത്തെ രക്ഷിക്കുവാൻ ആത്മാവിൻ്റെ രക്ഷകനായ യേശുവാണ് നമുക്കുള്ളത്. ഈ യേശുവിൻ്റെ ഉത്തമ മാതൃകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യേശു സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, മറ്റുള്ളവർക്ക് വേണ്ടി മരണത്തെ ജയിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ ശക്തിയുള്ള കർത്താവാണ്, വീണ്ടും വരുന്ന കർത്താവാണ്. ആ കർത്താവിന് വേണ്ടി നാം ഈ ലോകത്തിൽ ഓരോ നിമിഷവും ജീവിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ലോകം തിന്മയുടെ ലോകമാണ്. സ്പർശനാതലത്തിൽ അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് ലോകത്തിൽ വരുമ്പോൾ ദർശനാതലത്തിലായിത്തീരുന്നു. ദർശനാതലത്തിൽ വരുമ്പോൾ നാം കണ്ണുകൊണ്ട് കാണുന്ന ശരീരമുണ്ട്. നമുക്ക് ഇത് കാണുന്നത് നന്മയും തിന്മയാണ്. നന്മയെ സ്വീകരിക്കുന്നവർ സ്വർഗ്ഗരാജ്യത്തിലേക്കും തിന്മയെ സ്വീകരിക്കുന്നവർ നരകത്തിലേക്കും പോകും. നമ്മൾ നരകത്തിൻ്റെ തീക്കൊള്ളിയാകാതെ യേശുവിൻ്റെ വെളിച്ചമുള്ള പാതയിൽ കടക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ ജീവിതം നാം നോക്കുക. എത്രയോ കുഷ്ഠരോഗികൾക്ക്, മുടന്തർക്ക്, അതുപോലെ തന്നെ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഇങ്ങനെ അത്ഭുതങ്ങളെല്ലാം ചെയ്തു വളരെ ശക്തിയായി പ്രവർത്തിച്ചു വന്നാൽ. എന്നാൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത് കണ്ടപ്പോൾ അന്നത്തെ ലോകത്തിൽ അന്നത്തെ ന്യായപ്രമാണികൾക്കും ശാസ്ത്രിമാർക്കും യഹൂദന്മാർക്കും ഒന്നും അവർക്ക് രസിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അവർക്ക് അസൂയയുടെ വിത്തുകൾ നിറഞ്ഞു. അസൂയയുടെ വിത്ത്, അതായത് ദുഷ്ടൻ്റെ വിത്ത് എന്ന് പറയുന്നത് അസൂയാണ്. ആ വിത്ത് വളർന്നുണ്ടാകുന്ന ഒരു വലിയ മരമാണ്. ആ മരം ഉണ്ടായാൽ ആ മരം വളർന്ന് പന്തലിച്ച് നിന്നാലും എന്നെങ്കിലും മറിഞ്ഞു വീഴുമ്പോൾ ദുഷ്ടൻ മണ്ണിലേക്ക് പോകും. ഒരു അസൂയയുടെ വിത്തിൽ നിന്നുണ്ടാകുന്ന ദുഷ്ടൻ ആകുന്ന മരം ഈ ലോകത്തിന് നശിച്ച് നരകത്തിലേക്ക് പോകുന്നു. അതിൽ കർത്താവിലൂടെ ജീവിക്കുന്നവർ സ്വർഗത്തിൻ്റെ പാതയിലേക്ക് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ഗുണമുള്ള യേശുവിൻ്റെ മാതൃകകൾ സ്വീകരിക്കുകയും ജീവനുള്ള ദൈവത്തിലൂടെ ജീവിക്കുകയും ചെയ്യണം. അവരുടെ ശരീരം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടതായി ഇരിക്കുന്നു. ആയതുകൊണ്ട് നമ്മൾ പുൽക്കൂട്ടിൽ കാണുന്ന ഈ പൂജാതനായ ശിശു വെറും ശിശുവല്ല, അതായത് നമ്മെ രക്ഷിക്കാൻ വന്ന ലോകരക്ഷകനാണ്. ഈ ലോകരക്ഷകൻ
വീണ്ടും വരുന്ന കർത്താവാണ്. വീണ്ടും വരുന്ന എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണമായി ദാനശീലമുള്ളവരായിട്ടും ദൈവത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരും മറ്റുള്ളവർക്ക് ദൈവവചനം പകരുന്നവരെയും വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ രാജാതിരാജൻ മഹിമയോടെ വീണ്ടും വരും. അങ്ങനെയുള്ള ഒരു അത്ഭുത ജനനമാണ് യേശുവിലൂടെ നാം കാണുന്നത്. അത് ജന്മമായി ആഘോഷിച്ചെറിയേണ്ടതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർധാരയിൽ അത് നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവൻ പോയാലും മറ്റൊരു നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനും അവിടെ മണവാളനായിരിക്കുന്ന യേശുവാണ്. അപ്പനാകുന്ന പിതാവായ ദൈവവും ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നമ്മെ രക്ഷിക്കും. ആ യേശുക്രിസ്തു ത്യാഗോജ്വലമായി മരണത്തെ ജയിച്ചു. അതായത് കാൽവരി ക്രൂശിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. വീണ്ടെടുത്തവൻ വീണ്ടും വരുന്നവനാണ്, ഒരിക്കലും കൈവിടാത്തവനാണ്. അതുകൊണ്ട് ആ ഒരിക്കലും കൈവിടാത്തതിലൂടെ ഈ ലോകത്തിൻ്റെ ചോദനകളും വേദനകളും പരീക്ഷകളും വന്നാലും ആ അത്ഭുത ശിശുവിൻ്റെ പാതയിലൂടെ നാം ജീവിക്കണം. അതിൽ ജീവിച്ച് അന്ത്യശ്വാസം വരിക്കണം. അതിൻ്റെ ഫലമായി വീണ്ടും തിങ്കിങ് പവറില്ലാത്തൊരു ലോകത്ത് നാം എത്തും. നമ്മുടെ ചിന്താമണ്ഡലം വേണ്ട. അവിടെ ആനന്ദവും പരമാനന്ദവും വെളിച്ചവും മാത്രം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം കഷ്ടതകൾ, അത്യാഗ്രഹം കിടന്ന മനുഷ്യരും, അതായത് ദുർവ്യാധി പിടിക്കുന്നവരും, രോഗികളും പാവരോഗികളും ശാപരോഗികളും ഭൂതഗ്രസ്തരും പാടുപെടുന്ന അവിടെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമ്മൾ മണവാളനടുത്ത് എത്തണം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിന്തയില്ല. പരമാനന്ദവും തൻ്റെ കയ്യിലെ വലം കയ്യിലെ പ്രസാദവും അതുപോലെ തന്നെ എപ്പോഴും കർത്താവിൻ്റെ സ്വർഗീയ രാജ്യത്തിൻ്റെ പ്രകാശം നമുക്ക് കിട്ടും. ആയതിലേക്ക് ഒരുക്കപ്പെടണം. ക്രിസ്മസ് നിസ്സാരം ഒരു ശിശുജന്മം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തര അനുഭവമാണ്. ഈ ഭൗതിക ശരീരം വേർവിട്ടാലും വീണ്ടും വരുമെന്നുള്ളതാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ നമുക്ക് നൽകുന്നത്. മനുഷ്യനായ യേശു ലോകത്തിൽ വന്നത് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടയാളമായിട്ടാണ്. ആ അടയാളത്തെ സ്വീകരിച്ച് ആ പൂർണ്ണതയിൽ തേജസ്സുള്ള ആ വഴിയിലൂടെ ജീവിക്കണം. ആ യേശുവിലൂടെയാണ് സ്നേഹത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ലോകത്തിൽ തന്നിരിക്കുന്നത്. അതായത് സ്നേഹത്തിൻ്റെ വചനം എല്ലാവർക്കും തന്നെ അറിയാം. അതായത് ഭാഗ്യവാന്മാരെന്നുള്ള ഭാഗ്യവചനം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. ഈ പ്രാർത്ഥനയെല്ലാം മത്തായി സുവിശേഷത്തിൽ നോക്കി പഠിച്ച് ധ്യാനിച്ച് മാനിച്ച് മുമ്പോട്ട് പോകണം. പരമാനന്ദം അനുഭവിച്ച് ലോകത്തും വേണ്ടാത്ത വേറെ ദുഷ്ടൻ്റെ കൂടെയോ വാതുറക്കയോ നാവ് കൊണ്ട് വേണ്ടാത്തത് പറയാതെ ദൈവസന്നിധി നോക്കി യാത്ര ചെയ്യണം. ആ യാത്ര കൊണ്ടൊരു ഗുണമുണ്ട്. ചെയ്യുവാൻ യാത്രയാണ്. ഇത് തളരാതെ കാലിടറാതെ പരിശുദ്ധാത്മാവ് ശക്തിയുടെ ദൈവവചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് മുമ്പോട്ട് പോകാൻ എവർക്കും കൃപയാലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആശംസ നിങ്ങൾക്ക് ഒരു മനോഹരമായ ക്രിസ്മസൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.